ശേഷം കലാപൂരം കാത്തിരിക്കുകയാണ് തൃശൂരിന്റെ ഗഡികൾ. കലാകൗമാരത്തെ വരവേൽക്കാൻ വിപുലമായ തയ്യാറെടുപ്പുകളാണ് അണിയറയിലൊരുങ്ങുന്നത്. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 10,000-ഓളം വിദ്യാർത്ഥികൾ പങ്കുചേരുന്ന ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയോടെയാണ് കലോത്സവത്തിന് തുടക്കം കുറിക്കുക. ഉത്തരവാദിത്ത കലോത്സവം എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു വരുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർത്തുകൊണ്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കും. അത് മത്സരവേദിയിലും രൂപീകരിക്കും, അക്കോമഡേഷൻ സെൻറ്റേഴ്സിലും രൂപീകരിക്കും. എല്ലാ കേന്ദ്രങ്ങളും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും. വനിതാ പോലീസും പുരുഷ പോലീസും ഷാഡോ പോലീസും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. വിവിധ പൂക്കളുടെ പേരുകളിലായി ഒരുങ്ങുന്ന 25 വേദികളിലായി 249 മത്സര ഇനങ്ങളാണ് ഇത്തവണത്തെ കലോത്സവത്തിനുണ്ടാവുക. തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ടായ സൂര്യകാന്തിയാണ് പ്രധാന വേദി. ജനുവരി 14-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് കലോത്സവത്തിന് പതാക ഉയർത്തും. അന്നേ ദിവസം രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പൂക്കളുടെ പേരുകളിലാണ് നമ്മുടെ വേദികളെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത്. അതൊരു സന്ദേശം കൂടിയാണ്. നമ്മുടെ ഒരു മതനിരപേക്ഷമായിട്ടുള്ള മനസ്സും എല്ലാവർക്കും കൂടിച്ചേരാവുന്ന ഒരു പൊതു ഇടവുമായി നമ്മുടെ സാംസ്കാരിക സംവിധാനങ്ങളെ, കലാരൂപങ്ങളെ മാറ്റണം എന്ന പുതിയ തലമുറയോടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇതിലൂടെ നമുക്ക് നൽകാൻ പോകുന്നത്. കാസർഗോഡ് മോഗ്രാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇന്ന് തുടക്കം കുറിക്കുന്ന സ്വർണ്ണക്കപ്പിന്റെ യാത്ര 13 ജില്ലകൾ സഞ്ചരിച്ച് 12-ന് തൃശൂരിലെത്തും. ജില്ലയിലെ ജനപ്രതിനിധികളുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. കലാകേരളത്തിന്റെ ആവേശം ഉൾക്കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര മാമാങ്കം വൻ വിജയമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് തൃശൂർ. ന്യൂസ് മലയാളം, തൃശൂർ.